അച്ഛൻ്റെ സുഹൃത്തും പ്രശസ്ത സംഗീതജ്ഞനുമായ ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഇന്ന് അദ്ദേഹം സുഖമില്ലാതെ കിടക്കുകയാണ്. അദ്ദേഹം ഒരു സംഗീത യാത്രയുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സംഗീതം ശരിക്കും ഒരു ഹീലിംഗ് പവറാണ്, ഒരു മെഡിറ്റേഷനാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ ഈ ശാസ്ത്രീയ സംഗീതം കൊണ്ട് പല അസുഖങ്ങളും മാറി ആളുകൾ ഹീലിംഗ് ആകുന്ന ഒരു അവസ്ഥ അത് സത്യമാണോ വെച്ചാൽ? സംഗീതം ഞാൻ പറയുകയാണെങ്കിൽ രോഗിക്ക് മാത്രമല്ല, ഫോർ എനി ക്രീച്ചർ ഇറ്റ് ഈസ് എ ഹീലിംഗ് ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യന് ദൈവം കൊടുത്തിട്ടുള്ള ഒരു ദിവ്യമായിട്ടുള്ള ഔഷധമാണ് സംഗീതം. ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അതൊരു ഔഷധം തന്നെയാണ്. കാരണം ഈ സംഗീതത്തിൽ വലിയൊരു ഹീലിംഗ് ടച്ച് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതം എന്ന് പറയുന്നത് ഇറ്റ്സ് ഫുൾ ഓഫ് പോസിറ്റീവ് എനർജി. ഇപ്പോൾ സംഗീതത്തിൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്, നമ്മൾ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ ഇപ്പോൾ ഞാൻ വളരെ വിഷമിച്ച് വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കാമെന്ന് വിചാരിച്ചു, എന്തെങ്കിലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സാഹചര്യത്തിൽ. അപ്പോൾ ഞാൻ നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഐ ആം ലെഡ് ബൈ നെഗറ്റീവ് എനർജി നടത്തും. അപ്പോൾ എപ്പോൾ എൻ്റെ ഉള്ളിൽ നെഗറ്റീവ് എനർജി കയറി വരുന്നു അപ്പോൾ എനിക്ക് അസുഖമാണ്. അസുഖം എന്നുള്ളത് ഫിസിക്കൽ ഡിസീസ് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ജനറലായിട്ട് എൻ്റെ എക്സിസ്റ്റൻസിൽ എനിക്ക് സുഖമില്ലായ്മയാണ്. അപ്പോൾ ഈ മ്യൂസിക് നിറയെ ആയിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഊർജ്ജമാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പോസിറ്റീവ് എനർജി വന്നു കഴിയുമ്പോൾ നെഗറ്റീവ് എനർജി ന്യൂട്രലൈസ് ചെയ്തു പോകും നമ്മുടെ ബോഡിയിൽ നിന്ന്. അതെങ്ങനെ സംഭവിച്ചു, നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ വൈബ്രേഷൻ വരുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്കാണ്, മ്യൂസിക് തെറാപ്പി അനുസരിച്ച്, അതിൻ്റെ ശാസ്ത്രം അനുസരിച്ച്. പിന്നെ നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് വരുന്നത്, സ്പൈനൽ കോഡിൽ നിന്ന് നമ്മുടെ ANS ഓട്ടോണമസ് നെർവ് സിസ്റ്റം ആൻഡ് CNS സെൻട്രൽ നെർവ് സിസ്റ്റം, ഈ അത് നമ്മുടെ എല്ലാ ഞരമ്പുകളെയും കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ എല്ലാം നമ്മുടെ ഹോൾ ബോഡിയിലേക്ക് ഈ വൈബ്രേഷൻ ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് ദേഷ്യം വരുന്നത്, യു ആൻഡ് മീ ബിക്കം അഗ്രസീവ്. അപ്പോൾ ആ നെഗറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് ഫോം ചെയ്യാണ്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് അതിൻ്റെ വൈബ്രേഷൻസ് ചെല്ലും. അപ്പോൾ അത് നമ്മളുടെ നാച്ചുറലായിട്ട് നമ്മുടെ എല്ലാ അവയവങ്ങളെയും പുൾ ഡൗൺ ചെയ്യാൻ നോർമൽസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകും. അതിനെ അബ്നോർമൽ നേച്ചർ ഫംഗ്ഷനിലേക്ക് അത് കൊണ്ടുപോകും. ഒരാൾക്ക് രോഗം എന്ന് പറയുന്നത് തന്നെയാണ് ഈ നമുക്കൊരു രോഗം ഉണ്ടാവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഫങ്ഷനിങ് നോർമലായിട്ടൊരു അവസ്ഥയല്ല. അത് പല രീതിയിൽ വരാം, ടെൻഷൻ കൊണ്ടായിരിക്കാം, സ്ട്രെസ് കൊണ്ടായിരിക്കാം, നമ്മൾ ചില നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് കൊണ്ട് അത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ടെൻഷൻ, നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വൈബ്രേഷൻസ് നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു ക്യുമുലേറ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത് കുറേ ഇതെല്ലാം കൂടി കൂടി വേറൊരു അവസരത്തിൽ ഇത് രോഗമായിട്ട് അത് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ സംഗീതം നമ്മളിപ്പോൾ കൈതപ്പുറം സാറ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ വേറെ ഇപ്പോൾ വെസ്റ്റിലെ മ്യൂസിക് തെറാപ്പി എന്ന് വെച്ചാൽ വെരി ബിഗ് സബ്ജക്റ്റ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ആ നെഗറ്റീവ് എനർജി ന്യൂട്രലൈസ് ചെയ്ത് പോകുമ്പോൾ ശാന്തത നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ കുറേ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ നോർമൽസിലേക്ക് വരാൻ. അതല്ല നമുക്ക് ഒരു പാട്ട് കേട്ട് കഴിയുമ്പോൾ സുഖം എന്ന് പറയുന്നതിൻ്റെ കാരണം അതല്ല. അപ്പോൾ നമ്മുടെ ആ നോർമൽസിലേക്ക് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ കൊണ്ടുവരികയാണ് ഈ സംഗീതം. അപ്പോൾ അതിനത് കഴിവുണ്ട്. മ്യൂസിക് വളരെ, അതുകൊണ്ടല്ലോ മ്യൂസിക് എപ്പോഴും ദൈവികമാണെന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കാരണം. ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ അതല്ലേ സംഭവിക്കുന്നത്, അമ്പലത്തിൽ അത് സംഭവിക്കുന്നത്. അവിടെ ചെല്ലുന്ന ആ ഭക്തനെ അവിടുത്തെ അല്ലെങ്കിൽ മോസ്കിൽ എവിടെയാണെങ്കിലും ഏത് ആരാധനാലയത്തിലും സംഗീതം ആരാധനയുടെ ഒരു അവിഭാജ്യ ഘടകമായി തീരുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് ചാൻറ്റുകൾ. ചാൻറ്റിനെ കുറിച്ച് പറയുന്നത് ഇറ്റ്സ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഹ്യൂമാനിറ്റി ആൻഡ് ഡിവിനിറ്റി എന്നാണ് പറയുന്നത്. ചാൻറ്റിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ സ്തുതിപ്പ് അല്ലെങ്കിൽ ഉരുവിടൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ ദേവാലയങ്ങളിലോ അല്ലെങ്കിൽ മുസ്ലിം പള്ളികളിലോ ഒക്കെ നടക്കുന്നത് നമ്മളിതിങ്ങനെ കേൾക്കുമ്പോൾ ആ ഒരു ഹീലിംഗ്, മനുഷ്യൻ അവൻ്റെ ജീവിത ദുഃഖങ്ങളും ഭാരങ്ങളായിട്ട് അവിടെ വന്ന് ചെല്ലുമ്പോൾ ആ പാട്ടുകളിലൂടെ ആ കീർത്തനങ്ങളിലൂടെ അവനൊരു ഹീലിംഗ് ടച്ച് അങ്ങനെ സംഭവിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ വരുമ്പോൾ യു ഫീൽ റിഫ്രഷ്ഡ്, യു ഫീൽ ദാറ്റ് യു ആർ സ്പിരിച്വലി റീചാർജ്ഡ്. അതാണ് നമുക്ക് സംഭവിക്കുന്നത്. ഞാൻ അങ്ങയുടെ കച്ചേരി പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഒരു വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച എന്നെ അതിശയിപ്പിച്ചത്, അങ്ങ് പറയുമ്പോൾ തന്നെ മതസൗഹാർദ്ദത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങയുടെ ഗ്രൂപ്പിൽപ്പെട്ടവരും ഒരു മുസ്ലിം സഹോദരനും ഒരു നമ്പൂതിരിയും ഹൈന്ദവനും അങ്ങൊരു കത്തോലിക്ക പുരോഹിതനുമാണ്. ഇത് കോഇൻസിഡൻസ് ആണോ അതോ അച്ഛനതും അതിനുവേണ്ടി തന്നെ മേക്കപ്പ് ചെയ്ത ഗ്രൂപ്പിനാണോ? ഇത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോയിൻസൈഡ് ചെയ്തതാണ്, യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. പിന്നീടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇത്രയും കോൺഷ്യസ് ആവാൻ തുടങ്ങിയത്. അതായത് ഞാൻ ആദ്യകാലത്ത് കുറച്ചിങ്ങനെ നാട്ടിൽ വന്ന് പഠിച്ചു വന്നതിന് ശേഷം കുറച്ച് കച്ചേരികൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മൃദംഗം വായിക്കാൻ ഒരാളെ വേണമെന്നുള്ള രീതിയിൽ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആണ് ഈ സനോജ് നമ്പൂതിരിനെ കിട്ടിയത്. അപ്പോൾ പുള്ളി മദ്രാസിൽ വെച്ച് ഞങ്ങൾ കുറച്ചിങ്ങനെ ഒരു പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ ഞാൻ വിളിച്ചു പരിപാടികൾക്ക്.
പിന്നെ അദ്ദേഹമാണ് എനിക്ക് ഈ അസീസ് സാറിന്റെ പേര് ഇതെങ്ങനെ ഒരു സാറുണ്ട് തൃപ്പൂണിത്തുറ പഠിപ്പിക്കുന്ന വയലിനിസ്റ്റ്, നമുക്ക് അടുത്ത കച്ചേരിക്ക് ആളെ വിളിച്ചാലോ അങ്ങനെ. ഞാൻ പറഞ്ഞു ശരി നമുക്ക് നോക്കി വിളിക്കാലോ. അപ്പോൾ ഞാൻ അദ്ദേഹം മുസ്ലിമാണെന്ന് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതുകൊണ്ടോ അങ്ങനത്തെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് ഞാൻ ചെയ്തതൊന്നല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഈ സനോജിൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ നമുക്ക് വിളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ഭാഗമായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീജിത്ത് എവിടെയോ ഞങ്ങൾ പാലയിൽ ഒരു കച്ചേരി ചെയ്യുന്ന സമയത്താണ് ശ്രീജിത്ത് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് അങ്ങനെ വന്നു. പിന്നെ ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ അത് നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഞാൻ പലപ്പോഴും നോക്കി എപ്പോഴും നമ്മൾ ആർട്ടിസ്റ്റുകൾ മാറുന്നത് പലപ്പോൾ ഇപ്പോൾ ഇവർക്ക് അസൗകര്യമായി ഞാൻ വേറെ പലരും മാറി വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഓരോ സാഹചര്യങ്ങളിൽ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ആർട്ടിസ്റ്റുകളായിട്ടൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഓരോതരം ആർട്ടിസ്റ്റുകളായിട്ട് കുറേ അപ്പോൾ ഞാനത് ദാസേട്ടനിൽ നിന്ന് പഠിച്ച ചില ടെക്നിക്കുകളൊക്കെയാണ്. കുറേ നമ്മളുടെ ആ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് ഐക്യം ഉണ്ടാവും. അത് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് തന്നെ. നമ്മളെന്ത് പാട്ടുകൾ പാടുന്നു അതിലൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോൾ സെയിം ആളുകളാകുമ്പോൾ അതിൻ്റെ ഡെപ്തിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പക്ഷേ 2007 ഞങ്ങൾ രാഷ്ട്രപതി ഭവനിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അങ്ങനെ അത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് മാത്രമേ ഞാൻ കണക്കാക്കുന്നു. നമ്മളെ കഴിവ് കൊണ്ടൊന്നും കിട്ടിയിട്ടുള്ളതല്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ വെറൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ചിട്ടുള്ളതാണ്. പക്ഷേ ദൈവത്തിൻ്റെ കാരുണ്യം അനന്തമായിട്ട് എനിക്ക് ലഭിക്കുന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിൽ ശക്തമായിട്ടുണ്ട്. അതുപോലത്തെ വലിയൊരു അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് ഈ അബ്ദുൽ കലാം സാറിൻ്റെ മുമ്പിൽ പാടാൻ പറ്റിയത്. അപ്പോൾ അന്ന് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളുടെ പേര് അനൗൺസ് ചെയ്തതിന് ഹി വാസ് എക്സൈറ്റഡ്. പുള്ളി എന്നോട് കച്ചേരി കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു, ഫാദർ പോൾ, യു ഹാവ് ക്രിയേറ്റഡ് എ ന്യൂ പാത്ത് ഇൻ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ബൈ ഇൻറ്റഗ്രേറ്റിംഗ് വേൾഡ് റിലീജിയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി. അതാണ് ആൾ പറഞ്ഞത്. അപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു കച്ചേരി ചെയ്യുന്ന ഒരാൾ റെഗുലർ റെപ്പർട്ടോറി അങ്ങോട്ട് പാടി അവസാനിപ്പിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളതിനൊരു ഡിഫറെൻറ്റ് അപ്രോച്ചിലേക്ക് കൊണ്ടുപോകാൻ എന്തോ ദൈവം നമുക്കതിനൊരു ഇൻസ്പിറേഷൻ തന്നു. അത് നമ്മുടെ എളിയ രീതിയിൽ, അതുപോലെ ഞാൻ ഒരിക്കലും MS സുബ്ബലക്ഷ്മി എന്ന് പറയുന്ന വലിയ ഭാരതരത്ന പാട്ടുകാരുടെ മുമ്പിൽ പാടാൻ എനിക്കൊരു അവസരം, അതും ഞാൻ ദൈവത്തിൻ്റെ ഒരു കാര്യം, ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എനിക്കത് സാധിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഡോക്ടർ ജോൺ സെബാസ്റ്റ്യൻ മരിച്ചുപോയി. അദ്ദേഹത്തിന് MS സുബ്ബലക്ഷ്മി ഒരു ഡെൻറ്റിസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ മദ്രാസ് മ്യൂസിക് അക്കാഡമിയിൽ കച്ചേരി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു ഇൻവിറ്റേഷൻ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, அந்த ഫാദർക്ക് ഇട്ട് വരെ சொல்லுമ്പോൾ എനിക്ക് അവരെ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞ് എന്നെ വിളിപ്പിക്കുകയായിരുന്നു. ഞാൻ പേടിച്ചു പറിച്ചു, അവരുടെ മുമ്പിൽ എങ്ങനെ പോയി പാടും. അപ്പം ഞാൻ പലപ്പോഴും ചിരിക്കും, ദൈവം എവിടേക്കോ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. ദൈവത്തിൻ്റെ പദ്ധതി എനിക്ക് മുഴുവൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു പക്ഷേ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നിനക്ക് വലിയൊരു ചുമതലയുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും കാലം പഠിക്കാൻ ഞാൻ അവസരം തന്നത്. അപ്പോൾ ആ ചുമതലകൾ ചെയ്യണം, വലിയൊരു ഉത്തരവാദിത്വം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നുന്നു. അത് ചെറിയ രീതിയിലൊക്കെ നമ്മളിങ്ങനെ ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കഴിയുന്ന വിധത്തിൽ. കഴിഞ്ഞ 2 മാസമായി അച്ഛൻ അമേരിക്കയിലും സന്ദർശനം നടത്തി, അതുപോലെ ഇപ്പോൾ UK എത്തിയപ്പോൾ ഉണ്ടായുള്ള അനുഭവം എന്താ വെച്ചാൽ? അമേരിക്കയിലെ എൻ്റെ പരിപാടി കുറേ കൂടി വളരെ വെൽ പ്ലാൻഡ് ആണ്. കാരണം ഞാനിപ്പോൾ അവിടെ 8-9 വർഷമായിട്ട് പലപ്പോഴും പോവുകയും ഒരുപാട് കമ്മ്യൂണിറ്റീസ്, അമേരിക്കയിൽ ഒട്ടുമിക്ക മലയാളി കമ്മ്യൂണിറ്റീസിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ആ സമയം തന്നെ ഞങ്ങൾ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ, കോളേജസിൽ, അത് അമേരിക്കൻസിനെ, യൂത്തിനെ ഫോക്കസ് ചെയ്യാണ്. അവർക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ പല കോളേജുകളിലും പല യൂണിവേഴ്സിറ്റികളിലും പെർഫോം ചെയ്യേണ്ട ഈ പ്രാവശ്യം. അത് കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ UK ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 2 വർഷം വന്നിരുന്നു. പല പള്ളികളിലും കുർബാന ചെല്ലുകയും ഈ ഒരു അവിടുത്തെ കമ്മ്യൂണിറ്റിയായിട്ട് ഒരു റാപ്പോർട്ട് ഉണ്ടാക്കാൻ ഞാൻ ഈ ഒരു വർഷത്തെ ഈ കൊല്ലത്തെ ഈ കൺസേർട്ട് ടൂറിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ 2 കൊല്ലം വന്നതൊക്കെ. ശരിക്കും അതിനൊരു ഗ്രൗണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനത് വിചാരിച്ച പോലെ കുറേ ആളുകൾ നമ്മൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ കുറേ ചെയ്തു ഇവിടെ. പക്ഷെ അമേരിക്കയിലത്തെ സാഹചര്യമല്ല ഇവിടുത്തെ സാഹചര്യമെന്ന് ഞാൻ കുറേയും കൂടിയും ശക്തമായിട്ട് റിയലൈസ് ചെയ്തു. മുമ്പ് എനിക്ക് അറിയാമായിരുന്നു കുറച്ച് ഇവിടുത്തെ ആളുകളുടെ ജീവിത രീതിയും അല്ലെങ്കിൽ ഇവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ കുടുംബജീവിതം ഒക്കെ വളരെ വ്യത്യാസമുണ്ട്. ഒരു അപ്കമിങ് ജനറേഷനാണ് ഇവിടെ ഉള്ളത്. പക്ഷേ UK-യിലെ നമ്മുടെ സഭാ സംവിധാനത്തിൽ നിന്നോ അല്ലെങ്കിൽ സീറോ മലബാർ കമ്മ്യൂണിറ്റിയിൽ നിന്നോ ഉള്ള ഒരു സഹകരണം, പ്രതീക്ഷിച്ച സഹകരണം കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും ചിലപ്പോൾ കുറേ ലേറ്റായിട്ടാണ് ഇവ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുള്ളൂ. അത് ആരുടെയും കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതും ഒരു ദൈവ പദ്ധതിയുടെ ഭാഗമായിട്ട് ഞാൻ കണക്കാക്കണം. ഞാൻ കുറച്ചും കൂടി പ്രതീക്ഷിച്ചു. റോയ് പറഞ്ഞ കറക്റ്റാണ്. ഞാൻ കുറച്ചും കൂടി പ്രതീക്ഷിച്ച പോലെ അത് സംഭവിച്ചില്ല. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കൺസേർട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇറ്റ് ടേക്സ് ടൈം. നമ്മൾ പെട്ടെന്ന് വരുമ്പോൾ ആളുകൾക്ക് അത് മനസ്സിലാവും. ആൾക്കാർ ചിലപ്പോൾ വളരെ ഒരു
പല രീതിയിലായിരുന്നു നോക്കി കാണുന്നത് എന്താണെന്നുള്ള ഞാൻ ചോദിക്കാൻ കാരണം കഴിഞ്ഞ വർഷം അങ്ങ് വന്നിരുന്നപ്പോൾ അങ്ങ് പല മാസങ്ങളിലും പോയി കുർബാന ചെല്ലുകയും അതുപോലെ അവിടെ ഒരു ഏതാണ്ട് ഒരു 1 അവറോളം അങ്ങ് കുറച്ച് ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യും. അന്ന് വലിയ ക്രൗഡാണ് ഞാൻ കണ്ടത്. പക്ഷേ ഈ വർഷം അതിന് വളരെ ഡിഫറെന്റ് ആയിട്ട് കണ്ടതുകൊണ്ട് ചോദിച്ചതാണ്. അല്ല, അതിൽ എനിക്കിപ്പോൾ പറ്റിയ ഒരു അത് ഞാൻ എന്തിനു വേണ്ടി കഴിഞ്ഞാലും വന്നിരുന്നോ അത് ബാക്ക് ഫയർ ചെയ്യുന്നതാണ് എൻ്റെ ഒരു ചിന്താഗതി. കാരണം ഇപ്പോൾ പല ആളുകളോടും ചോദിക്കുമ്പോൾ അച്ഛൻ്റെ പാട്ട് ഞങ്ങൾ കേട്ടല്ലോ അപ്പോൾ എന്നുള്ള രീതി. പിന്നെ ഈ കച്ചേരി എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരു മുൻവിധി ഉണ്ട്, ഇത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവാത്ത എന്തോ ഒരു കടിച്ചാൽ പൊട്ടാത്ത സാധനമാണ് അച്ഛന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് ജനറൽ ആയിട്ടുള്ള നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള ഒരു ഫീലിംഗ് ആണത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇന്ത്യൻ മ്യൂസിക് അല്ലെങ്കിൽ ഭാരതീയ കലകൾ ഇന്നും നമുക്ക് അന്യമാവുന്നതിൻ്റെ കാരണം തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അതിന് തീർച്ചയായിട്ടും അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് അതിന് കൂടുതൽ ലീഡർഷിപ്പ് കൊടുക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു അച്ഛൻ പറഞ്ഞത് കേട്ടു, അവരുടെ അജ്ഞത മൂലമാണ് ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സംസാരം ഇങ്ങനെ. ഞാൻ ഒരിക്കലും ഞാനത് പറഞ്ഞിട്ടില്ല ആ രീതിയിൽ. അതായത് അതാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത്. അതായത് നമ്മളൊരു പുതിയ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ടൈം എടുക്കും, അത് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും. കേരളത്തിലുണ്ട്, ഇവിടെ തന്നെയല്ല, കേരളത്തിലുണ്ട് ഈ പ്രശ്നം. നമ്മുടെ ആ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകതയാണ്, അതെനിക്ക് കൂടുതൽ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും അജ്ഞത എന്ന് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് തന്നെ കണക്കാക്കരുത്. അല്ല, സംഗീതത്തിനെ കുറിച്ചുള്ള അജ്ഞത അല്ല, സംഗീതത്തിന്റെ അജ്ഞതയേക്കാൾ കൂടുതലായിട്ട് നമ്മളുടെ ആറ്റിറ്റ്യൂഡാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സിബിച്ചൻ റോയ് ഇന്നലെ ഈ കച്ചേരി കേട്ടു. അപ്പോൾ അത് ഈ ഞാൻ വളരെ ലളിതമായിട്ടാണ് ഇന്നലെ അവതരിപ്പിച്ചത്. പക്ഷേ ഇത് കേട്ട് കഴിയുന്ന പല ആളുകൾ എന്നോട് പറയുമോ കർണാട്ടിക് മ്യൂസിക് ഇത്ര നല്ലതാണെന്ന്. ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ ഹെയർഫീൽഡിൽ പെരുന്നാളോടനുബന്ധിച്ച് നടത്തി. അപ്പോൾ 1 മണിക്കൂർ നടത്തി കഴിഞ്ഞപ്പോൾ അവർ സ്റ്റേജിൽ കയറി വന്ന് പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് വലിയ കുറ്റബോധം തോന്നുന്നു വെച്ചാൽ 1 മണിക്കൂറല്ല അച്ഛനെ ഞങ്ങൾ തന്നുള്ളൂ, ഇതൊരു 2 മണിക്കൂറിൽ നിന്ന് കേൾക്കേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലാണ് ഞാൻ അജ്ഞത എന്ന് പറയുന്നത്, അല്ലാണ്ട് മറ്റ് ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലല്ല. അപ്പോൾ അവർക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതെന്താണ്. അപ്പോൾ അതിൻ്റെ ഇതെന്താണ് എന്നുള്ള കാര്യം പലർക്കും ഇപ്പോഴും അറിയുന്നില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ ഏതൊരു മനുഷ്യനും എങ്ങനെയാണ് ഒരു അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ അത്ര വലിയ ഇൻട്രസ്റ്റ് എടുക്കില്ല. മറിച്ച് 1-2 പ്രാവശ്യം നമ്മൾ കേട്ട് കഴിഞ്ഞു അത് നല്ലതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദെൻ നമ്മൾ വി ഫീൽ ടു ഗോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് സമയം എടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. അതുകൊണ്ട് ഞാനൊരിക്കലും ഇതിൽ നിരാശനോ അല്ലെങ്കിൽ ദുഃഖിതനോ അല്ല. ഇത് നമ്മളുടെ ദൈവം എന്താ പറയുക എന്തെല്ലാം ഈ പ്രതിബന്ധങ്ങൾ തരണം ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അതെല്ലാം കുറച്ച് കഴിയുമ്പോൾ വഴി മാറും. നമ്മളുടെ ക്ഷമ നമ്മൾ പിടിച്ചു നിൽക്കുക, കീപ്പ് വർക്കിംഗ്. പിന്നെ പലപ്പോഴും ഞാൻ ചിന്തിക്കും ഇനി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യണം, അതായിരിക്കും ദൈവം ഉദ്ദേശിച്ചത്. നിൻ്റെ വർക്ക് പോരാ, നീ ഇനിയും വർക്ക് ചെയ്യണം, എന്നാലാണ് നിനക്ക് വാതിലുകൾ തുറക്കുള്ളൂ എന്ന് പലപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുക. അച്ഛൻ്റെ ഇനിയുള്ള സംഗീത പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ്, ഭാവി പദ്ധതികളും കാര്യങ്ങളും? ഞാനിവിടെ നാട്ടിൽ തൃശ്ശൂർ ചേതന എന്ന് പറഞ്ഞ ഞങ്ങൾ CMI അച്ഛന്മാരുടെ ഒരു പ്രസ്ഥാനമാണ്. ഞങ്ങൾ 1980s ആരംഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചേതനയ്ക്ക് 4 ബ്രാഞ്ചസ് ആണുള്ളത്. ഇപ്പോൾ ചേതന റെക്കോർഡിംഗ് സ്റ്റുഡിയോ, അവിടെ ഒട്ടുമിക്ക ഭക്തിഗാനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട്, പിന്നെ ഫിലിം. ഇപ്പോൾ അവിടെ ഒരു 1 ഇയർ ഓഡിയോ എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെ വളരെ പ്രസ്റ്റീജിയസ് ആണ്, സൗത്ത് ഇന്ത്യയിലത്തെ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് നടക്കുന്ന ഒരു സ്ഥാപനമാണ്. പിന്നെ ഞങ്ങൾ വെസ്റ്റേൺ മ്യൂസിക് അക്കാഡമി ഉണ്ട്, ചേതന മ്യൂസിക് അക്കാഡമി എന്ന് പറഞ്ഞാൽ. അത് ലണ്ടൻ ട്രിനിറ്റി കോളേജുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അവിടെയാണ് സ്റ്റീഫൻ ഡാവസി പോലുള്ള ആളുകളൊക്കെ പഠിച്ചത്. അവിടെയാണ് പിയാനിസ്റ്റ്. അതുപോലെ ഒരുപാട് കുട്ടികൾ അവിടെ പഠിച്ചിറങ്ങുന്നു, ഒത്തിരി നല്ല നല്ല മിടുക്കന്മാരായുള്ളവർ. അതിനുശേഷം ഞങ്ങൾ തുടങ്ങിയതാണ് ചേതന മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അതിൻ്റെ നേതൃത്വത്തിലാണ് ബിബ്ജിയോർ എന്ന് പറയുന്ന വേൾഡ് ലെവലിലുള്ള അപ്രീസിയേഷനുള്ള നമ്മളൊരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അങ്ങനെ അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ 4ാമതായിട്ട് തുടങ്ങിയതിൻ്റെ ചാർജാണ് എനിക്ക് ചേതന സംഗീത് നാട്യ അക്കാഡമി, പിന്നെ ചേതന മ്യൂസിക് കോളേജ്. പിന്നെ അവിടെ എനിക്കൊരു സ്പെഷ്യൽ സബ്ജക്റ്റ് ഉണ്ട്, വോക്കോളജി എന്ന് പറഞ്ഞത്, വോയിസ് പ്രൊഡക്ഷൻ സയൻസിനെ കുറിച്ചുള്ള ഒരു സെൻ്ററാണത്. പിന്നെ എനിക്കൊരു വോയിസ് ക്ലിനിക്ക് ഉണ്ട്. അപ്പോൾ എല്ലാ ബുധനാഴ്ച ഞാൻ ഈ ക്ലിനിക്ക് ഓപ്പൺ ചെയ്യും. അങ്ങനെ ഒരു പണിയും കൂടി എനിക്കുണ്ട് ഇപ്പോൾ, ചികിത്സ. അപ്പോൾ അത് വോയിസ് പ്രൊഫഷണൽസിന്, എനി വോയിസ് പ്രൊഫഷണൽ ക്യാൻ കം. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ആങ്കേഴ്സ്, ബ്രോഡ്കാസ്റ്റേഴ്സ്, സ്കൂൾ കോളേജ് ടീച്ചേഴ്സ്, പിന്നെ ജഡ്ജസ്, പൊളിറ്റീഷ്യൻസ്, അച്ഛന്മാർ. കോഴ്സ് ഞങ്ങൾ വളരെ ചുരുക്കമായിട്ട് 2 ദിവസം 3 ദിവസമായിട്ട് നടത്താറുള്ളൂ. പക്ഷേ ഈ ക്ലിനിക്ക് എല്ലാ ബുധനാഴ്ചയും തുറക്കും. എന്നുവെച്ചാൽ അത് ഇപ്പോൾ വോക്കൽ കോഡ് പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, വോക്കലിനോട് എന്തെങ്കിലും ശബ്ദ സംബന്ധമായുള്ള പ്രശ്നങ്ങളുള്ള ആളുകളെ ഞാൻ ട്രീറ്റ് ചെയ്യാറുണ്ട്. അതങ്ങനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതൊന്നുമല്ല, അത് ഈ പറഞ്ഞ മാതിരി ആകസ്മികമായിട്ട് സംഭവിച്ചാണ്. ഞാൻ അമേരിക്കയിൽ പോയിട്ട് എൻ്റെ വോയിസ് ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പഠിച്ച് ചില പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ചു. അപ്പോൾ അത് ചില ആളുകൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്തപ്പോൾ അത് വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ഞാനിത് പ്രവർത്തിപ്പിപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ടെക്നിക്സ് വഴിയായിട്ട് വോക്കൽ കോഡ് പാരലൈസ്ഡ് ആൾക്കാർക്ക് പോലും ആശ്വാസം കിട്ടിയുള്ള ഒരുപാട് കേസുകളുണ്ട്.
അപ്പോൾ എല്ലാ ബുധനാഴ്ചയും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ, പിന്നെ ദുബായ്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, ബോംബെ, ഡൽഹി, ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ യാതൊരു മരുന്ന് ഉപയോഗിക്കുന്നില്ല. വാഷ്, എന്താ പറയുക, മസിൽ ആക്ടിവേഷൻ ടെക്നിക്സ്, പിന്നെ പ്രാണായാമം. ഞാൻ കുറച്ച് വെസ്റ്റേൺ തിയറി കുറച്ച് വ്യത്യാസമുണ്ട് അവരുടെ അപ്രോച്ചസ്, പക്ഷേ ഞാൻ പഠിച്ചെങ്കിലും ഇവിടുത്തെ കുറച്ച് നമ്മുടെ ഇന്ത്യൻ മെത്തേഡ്സ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. യോഗ, പ്രാണായാമ, മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള ടെക്നിക്സ് ഉപയോഗിച്ച് അപ്പോൾ നല്ല റിസൾട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസിക്കൽ സംഗീതത്തെ കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം എന്ന രീതിയിൽ അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ പള്ളികളിലൊക്കെ സംഗീത കച്ചേരികൾ വരേണ്ട സാഹചര്യമായി. ഇപ്പോൾ കേരളത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ മ്യൂസിക് കോളേജിൽ നിന്ന് ഒരുപാട് അച്ഛന്മാർ, സിസ്റ്റേഴ്സൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്നെ അരങ്ങേറ്റം നടത്തുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഈസ്റ്ററിന് ഒരു പള്ളിയിൽ ഈസ്റ്റർ കച്ചേരി എന്ന് പറഞ്ഞിട്ട് നടത്തി. അപ്പോൾ പത്രത്തിൽ വന്ന് ഈസ്റ്റർ കച്ചേരി, അതൊക്കെ പുതിയ കാര്യങ്ങളാണ് സഭയിൽ തന്നെ. അപ്പോൾ ഇത് നമ്മളുടെ ചെറുപ്പക്കാർക്ക് ഇതിലേക്ക് ആകർഷണം വരണമെങ്കിൽ ഇത് പള്ളികളിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു അതൊക്കെയാണ് എൻ്റെ ഒരു ലക്ഷ്യം ഇതിൽ. അല്ലാണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഇതിലൊന്നും നേടാനില്ല. ഭാവി തലമുറ ലക്ഷ്യമാക്കിയിട്ട് ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് ഈ സംഗീത മ്യൂസിക് അക്കാഡമിയിൽ പഠിച്ചുള്ള ഒരുപാട് ചെറുപ്പക്കാർ നിരാശരായി. അമ്പലങ്ങളിലേക്ക് ആരും അവരെ വിളിക്കുന്നില്ല, പള്ളികളിൽ അവർക്ക് പാടായിട്ടൊരു ചാൻസും ഇല്ല, ക്രിസ്ത്യൻ കീർത്തനങ്ങളില്ല. അന്ന് ഹിന്ദു കീർത്തനങ്ങൾ മാത്രമേ അവരേലുള്ളൂ. അപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ റെപ്പർട്ടോറി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കീർത്തനങ്ങൾ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത് പാടാൻ പള്ളിയിൽ എനിക്ക് ഡാൻസ് അരങ്ങേറ്റം, ഇപ്പോൾ തൃശ്ശൂരൊക്കെ എനിക്കറിയാം പല പള്ളികളിലും അരങ്ങേറ്റം ആരംഭിച്ചു കഴിഞ്ഞു കുട്ടികളുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. അപ്പോൾ അതിലൊരു പുതിയ ഓപ്പണിംഗ് ആണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളുടെ ബൈബിൾ തീംസ് ഒരുപാട് ഇതിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ആളുകളുടെ അപ്രോച്ച്, ഇപ്പോൾ ഞാൻ യേശുവിനെ കുറിച്ച് ഇന്ദോള രാഗത്തിൽ പാടുമ്പോൾ അല്ലെങ്കിൽ യേശുനാമം, ദിവ്യനാമം, മോഹനത്തിൽ പാടുമ്പോൾ ആൾക്കാർക്ക് കേൾക്കാൻ വിഷമമില്ല. അപ്പം നമ്മളുടെ തീംസ് അവതരിപ്പിക്കുകയും ഒക്കെ സാധ്യതകളുണ്ടെന്ന് കണ്ടു കഴിയുമ്പോൾ ചെറുപ്പക്കാർ വരാനും നമ്മുടെ ആൾക്കാർ ഇത് ആത്മീയതയുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ തലത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആരോ പൂവിൽ ബെൽദ കയറ്റുന്നൊരു ചോദ്യമാണ്, പൂച്ചക്കാർ മണി കെട്ടും, ആരെങ്കിലൊക്കെ മണി കെട്ടണം, എന്നാലേ നടക്കുള്ളൂ. എൻ്റെ ബിഗിനിങ് സ്റ്റേജ് ദുഷ്കരമാണ്. അപ്പോൾ എന്നോട് ആബേലച്ചൻ, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആബേലച്ചൻ പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഓർക്കുന്നു. നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് ആദ്യകാലത്ത് ഒരു 78 തുടങ്ങി 10-25 കൊല്ലം നമ്മൾ പരീക്ഷണങ്ങൾ നടത്തി, പ്രത്യേകിച്ച് ആരാധനാ സംഗീതത്തിൽ, ഭക്തിഗാനത്തിൽ. ഇനി 25 കൊല്ലം പൂർത്തിയായപ്പോൾ ഞാൻ അച്ഛനൊരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ചെന്നതാണ് ഞാൻ MPhil പഠിക്കുമ്പോൾ. അപ്പോൾ പോളച്ചൻ ചെയ്യേണ്ടത് ഇനി അച്ഛൻ പഠിക്കണം, ഞങ്ങളൊന്ന് സംഗീതം പഠിക്കാൻ ഞങ്ങൾക്കൊരു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അച്ഛൻ പഠിച്ച് ഇനി അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അടുത്ത 25 കൊല്ലം ഈ ശാസ്ത്രീയ സംഗീതം നമ്മുടെ സഭയിൽ എങ്ങനെ കൊണ്ടുവരാം, ആ മേഖലയിലുള്ള പരീക്ഷണങ്ങളാണ് നടത്തേണ്ടത്. അച്ഛൻ എന്നെ ആശീർവദിച്ച ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. തിരക്കേറിയ സംഗീത ജീവിതത്തിൽ നിന്നും ഒരു നിമിഷമെങ്കിലും ഞങ്ങളോടൊപ്പം പങ്കിടാൻ സമയം കാണിച്ച ബഹുമാനപ്പെട്ട പോളച്ച അങ്ങേക്ക് 1000 നന്ദി പറയുന്നു. ഒപ്പം അങ്ങയുടെ സംഗീത ജീവിതത്തിൽ ഈശ്വരൻ സർവ്വ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്തിട്ടെന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. റോയ്ക്കും പ്രേക്ഷകർക്ക് എല്ലാവർക്കും പ്രത്യേകം, അതുപോലെ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ടെക്നീഷ്യൻ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയും. താങ്ക് യു. മറ്റൊരു അതിഥിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം.